ജനക്കൂട്ടം അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അവനെ പിടികൂടാൻ സാധിച്ചില്ല. കാരണം അവന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ സമയം ഇനിയുമായിട്ടില്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നത് സംഭവിക്കുകയുള്ളൂ. മനുഷ്യൻ കുറെ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, അതുകൊണ്ടല്ല അവനെ പിടികൂടാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവന്റെ സമയം ഇനിയുമായിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് ഈ പുത്രനെ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുള്ളൂ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-1 പറയുന്നത്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ തീരുമാനം അതാണ് നടക്കുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാനും പദ്ധതികളൊക്കെ നമ്മുടെ സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് പറയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരു ബോധ്യം ഉണ്ടാകണം. അത് തന്നെയാണ് ഇന്ന് ദിവസം സുവിശേഷത്തിലും പറയുന്നത്. ദൈവം ആ സമയമായിട്ടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് സമയമാകാത്തത് കൊണ്ടാണ് നമുക്ക് തരാതെ പോകുന്നതും, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോകുന്നത്. സമയമാകുമ്പോൾ, സമയത്തിന്റെ പൂർത്തീകരണത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് നിനക്ക് ദൈവം നല്ലത് എല്ലാം നൽകുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.